ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒന്നിച്ചുകൂടി ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് ഒരു അവസരം കൂടി ദൈവം നൽകിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കൂടി വന്ന എല്ലാ സഹോദരിമാരെയും ഇതിനായിട്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഇത് നമ്മുടെ ഈ മീറ്റിംഗ് ഇപ്പം 11ാമത്തെ ക്ലാസ് ആണ്. ഇങ്ങനെ ഈ ഫാമിലി ക്ലാസ് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നത്. അത് നമുക്ക് ഇത്രയും കേട്ട ക്ലാസ്സുകളൊക്കെ നമുക്ക് അനുഗ്രഹമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ നടത്താനായിട്ട് ദൈവം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർക്കൊക്കെ വളരെ കൃപ നൽകുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ അനേകര് നമ്മുടെ ഈ ക്ലാസ്സുകള് മുൻപ് നടന്നിട്ടുള്ള ക്ലാസ്സുകളും ഇപ്പോഴത്തെ ഈ ക്ലാസ്സിനൊക്കെ ആയിട്ട് അനേക സഹോദരിമാര് കേൾക്കുവാനായിട്ട് ഇടവന്നു. ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉത്സാഹം പകരുന്നത് ആണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അതുപോലെ ഇന്ന് നമുക്കങ്ങനെ ഒരു ഉത്സാഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ നീലേശ്വരം സഭയിലെ മോളി സഹോദരിയാണ്. നമുക്ക് ശ്രദ്ധയോടെ ആ ക്ലാസ് കേൾക്കുവാനായിട്ടിരിക്കാം. ഈ ഡിസിപ്ലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പലർക്കും ആ വിഷയത്തിൽ നമുക്ക് വളരെ കുറവുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അച്ചടക്കം എന്നുള്ളതിനെ സംബന്ധിച്ചും സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അത് ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം, അതിൻ്റെ ഏതെല്ലാം രീതിയിലാണ് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ട് മോൾ ചേച്ചി നമ്മളോട് സംസാരിക്കും. അത് കേൾക്കുവാനായിട്ട് നമുക്ക് സമയമെടുക്കാം. ക്ലാസ്സിനായിട്ട് മോൾ ചേച്ചിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ വിഷയം എല്ലാവരും കേട്ടല്ലോ. സഹോദരിമാരും ആത്മീയ അച്ചടക്കവും എന്നുള്ളതാണ് വിഷയം. നമുക്കറിയാം, നമുക്കൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ അത്ര ഒരു ഇഷ്ടമുള്ള ഒരു വിഷയമല്ല നമ്മളെ പലരെയും സംബന്ധിച്ച്. ഒരു പക്ഷേ ചിലർക്ക് മാത്രം സാധിക്കുന്ന കാര്യം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് കാണുക, ചിന്തിക്കുക. എന്നാൽ കർത്താവ്, നമ്മൾ ദൈവമക്കളെന്നുള്ള നിലയിൽ കർത്താവിനൊന്നും അസാധ്യമല്ലാത്തിടത്തോളം നമുക്കാർക്കും ഇത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കർത്താവ് നമുക്ക് ധാരാളം കൃപ തരുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ വിഷയത്തിൻ്റെ മുമ്പിലിരിക്കാം. നമുക്കറിയാം, ഈ പലരും പ്രത്യേകിച്ച് യഹൂദന്മാരൊക്കെ മക്കൾക്ക് പേരിടുമ്പോൾ തന്നെ അവരെന്തായി തീരണം എന്നൊരു ആഗ്രഹത്തിലൊക്കെയാണ് പലർക്കും പേരിടുന്നത്. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ കാണുന്നതായിട്ടുള്ള കാര്യം, പല ആളുകളുടെയും പേരുകൾ പോലെ തന്നെ അവർ ആയിത്തീർന്നു എന്നുള്ളതാണ്. അപ്പം അതിന് കാരണം അവരുടെ മാതാപിതാക്കൾ വളരെയേറെ ആഗ്രഹത്തോടെയും അച്ചടക്കത്തോടെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഉള്ള തീരുമാനം ഒക്കെ എടുത്ത് ആണ് അവർക്ക് അങ്ങനെ പേരിടുന്നത്. അതുപോലെ അവരെ ആ നിലയിൽ വളർത്തിക്കൊണ്ടും വരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം അതിൻ്റെ പിറകിലൊരു വലിയ എഫേർട്ട് ഉണ്ടെന്ന് നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കറിയാം, ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകിയാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രതിബന്ധങ്ങളും ഉണ്ട്. അപ്പം ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ എല്ലാ സ്രോതസ്സുകളെയും ഉപയോഗിച്ച് അതിനെതിരെ വരുന്നതായ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ദൈവം തന്നിരിക്കുന്ന കഴിവുകളുടെ പാരമ്യത്തിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തുന്നതാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ എല്ലാ സ്രോതസ്സുകളെയും ഉപയോഗിച്ച് വരുന്നതായ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ദൈവം തന്നിരിക്കുന്ന കഴിവുകളുടെ പാരമ്യത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നതാണ് അച്ചടക്കം. അച്ചടക്കമില്ലാതെ നമുക്കറിയാം ആർക്കും വിജയിക്കാനായിട്ട് കഴിയില്ല. ഈ അച്ചടക്കം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പം
ഓരോരോ മേഖലകളിലും അച്ചടക്കത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ അച്ചടക്കം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അതുപോലെ സമൂഹത്തിലും എല്ലാം അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നത് ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ പ്രയോജനകരവും മെച്ചപ്പെട്ടതുമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മൾ പ്രാപ്തരായിട്ട് തീരുകയുള്ളൂ. നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് അവൻ സകലവും നന്നായി ചെയ്തു എന്നാണ് വായിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്കും അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടാവുക. സകലവും നന്നായി ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുന്ന നമുക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പം നമുക്കറിയാം നമ്മൾ അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മളൊരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് ശുശ്രൂഷകൾ, വളരെയേറെ ശുശ്രൂഷകൾ നിർവഹിക്കാനുണ്ട്. നമുക്കറിയാം പലപ്പോഴും ഒരു കുടുംബത്തിലെ ഒരു റോളെന്ന് പറയുന്നത് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റോളാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല നമ്മൾ അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മകള് എന്നൊക്കെയുള്ള റോള് എപ്പോഴും മറ്റൊന്നിനോട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ പുറത്ത് ജോലിക്ക് പോവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ നന്നായി ഇതിനെയൊക്കെ ഡിസിപ്ലിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ എല്ലാ മേഖലകളെയും നമുക്ക് നന്നായിട്ട് ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓരോ ദിവസവും നന്നായി പ്ലാൻ ചെയ്ത് ഉപയോഗിച്ചാലേ നമുക്ക് ആ ദിവസം ഫലകരമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും ഇങ്ങനെ നന്നായി പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരു ദിവസത്തേക്കും അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക്, പിന്നീട് അത് പിന്നെ ഒരു മാസത്തേക്ക്, ഒരു വർഷത്തേക്ക്, ചില വർഷങ്ങളിലേക്ക് അങ്ങനെ ജീവിതത്തെ പ്ലാൻ ചെയ്താണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ ഓരോ പ്ലാനുകളും പ്രവൃത്തികളായിട്ട് തീരുമ്പോഴാണ് പിന്നെ അത് ഒരു അച്ചടക്കമായിട്ടും അത് വിജയത്തിലേക്കും വരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം നമുക്കറിയാം, നമുക്കൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് വളരെ പറ്റുമായിരിക്കും. പക്ഷെ ആ പ്ലാനുകൾ പ്രവൃത്തികളായിട്ട് തീരണമെങ്കിൽ അതിൻ്റെ പിറകിൽ വളരെ കഠിനാധ്വാനവും അതുപോലെ തന്നെ സ്ഥിരതയും ആവശ്യമാണ്. അച്ചടക്കത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സ്ഥിരത എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ അച്ചടക്കം എന്ന് പറയാൻ അച്ചിലിട്ട് വാർക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ വളരെയേറെ സ്ഥിരത ആവശ്യമുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ആരംഭിക്കും, പക്ഷെ അത് വിട്ടുകളയും. അങ്ങനെ ഒരു പ്രകൃതമാണോ ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ ഇത്ര കഠിനാധ്വാനമോ ഈ സ്ഥിരതയോ ഒന്നും ഇല്ലാതെ തന്നെ ഈ എത്തേണ്ടടുത്ത് എത്തുക, നമ്മൾ ഫലമുള്ളവരായിട്ട് തീരുക എന്നൊക്കെയുള്ളൊരു ആഗ്രഹമാണ്. നമുക്കറിയാം ഇതിനൊരു കുറുക്കുവഴിയുമില്ല. ഇപ്പം നമ്മളിങ്ങനെ ഈ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു കഥയാണല്ലോ ഈ ആമയും മുയലിൻ്റെയും കഥ. അപ്പോൾ ഈ ആമ വളരെ സ്ഥിരതയോടെ, സ്ഥിരോത്സാഹത്തോടെ പോയത് കൊണ്ടാണ് വിജയം നേടിയതെന്ന്. അപ്പം ഞാനിങ്ങനെ പണ്ടൊരു പരസ്യം കണ്ടിട്ടുണ്ട്, എന്തോ ഒരു ചായയുടെ പരസ്യമാണ്. അപ്പം അതിനകത്ത് അവർ പറയാണ്, വാസ്തവത്തിൽ മുയൽ ഉറങ്ങിപ്പോയൊന്നും ഇല്ലായിരുന്നു. ആമ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന മുയൽ നല്ല സ്പീഡിൽ തന്നെ ഓടുമായിരുന്നു. അപ്പോൾ ആമ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതെന്തോ ഒരു ഒരു ചായയുടെ പേരുണ്ട്. അപ്പോൾ ആ ചായ ഇടയ്ക്കൊന്ന് കുടിക്കാനുള്ള അവസരം കിട്ടി. പിന്നെ അതങ്ങ് കുതിച്ചു പാഞ്ഞു മുയലിനെ തോൽപ്പിച്ച് മുമ്പിലെത്തി എന്നാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴികൾ ഉണ്ടെങ്കിൽ ഇത് എല്ലാത്തിനെയും മറികടന്ന് എത്താം. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഒരു കുറുക്കു വഴികളും നമ്മുടെ മുമ്പിലില്ല എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ഈ സ്ഥിരതയോടെ വളരെ കഠിനാധ്വാനം ചെയ്ത് മുന്നേറിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ അച്ചടക്കത്തിൽ എത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് ആവശ്യമാണ്. ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും ഇത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടുള്ള ബന്ധത്തിൽ ഭൗതിക കാര്യങ്ങൾ ഒരുവിധം നന്നായിട്ട് ചെയ്തെന്നിരിക്കും. എന്നാൽ പലപ്പോഴും അവഗണിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ആത്മീയതയായിരിക്കും. പക്ഷെ നമുക്കറിയാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന്. നമുക്കത് അറിയാത്തത് കൊണ്ടല്ല, അത് നമുക്കറിയാം അതാണ് പ്രധാനപ്പെട്ടതെന്ന്. പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ ഏറ്റവും അവഗണിക്കപ്പെടുന്നത് ഇതായിരിക്കും. നമ്മൾ പൗലോസ് അപ്പോസ്തലൻ 1 തിമോത്തിയോസ് 4:7-10 വരെയുള്ള വേദഭാഗത്ത് പറയുന്നതായിട്ടുള്ള കാര്യം, ദൈവഭക്തിക്ക് തക്കവണ്ണം
അഭ്യാസം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ അത് പറയുന്നത് ദൈവഭക്തിക്കായി അഭ്യാസം ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ അത് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്, നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള പ്രോഡക്റ്റാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ദൈവഭക്തിയിലേക്ക് എത്തിച്ചേരണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നതായിട്ടുള്ള കാര്യം. അവിടെ തന്നെ പറയുന്നുണ്ട്, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളത്, ദൈവഭക്തി ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലൻ 4:10 പറയാണ്, ഇതിനായി ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവഭക്തി ഈ ലോകത്തിനും വരുവാനുള്ളതിനും പ്രയോജനമുള്ളതാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള മറ്റ് എക്സസൈസുകൾ, അല്ലെ, നമ്മുടെ ശരീരം മെച്ചപ്പെടുത്താനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എക്സസൈസുകൾ അല്പ പ്രയോജനമുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കതിനിങ്ങനെ പറയാം, അല്പകാലത്തേക്ക് അത് പ്രയോജനമുള്ളതാണ് എന്ന് പറയാം. എന്നാൽ ദൈവഭക്തി എന്ന് പറയുന്നത് സകലത്തിനും പ്രയോജനമുണ്ട്. അപ്പം മറ്റേ എക്സസൈസ് എന്നുള്ളത്, അച്ചടക്കം എന്നുള്ളത് ചില മേഖലകളെ മാത്രം സ്വാധീനിക്കുമ്പോൾ, ഈ ദൈവഭക്തി എന്നുള്ളത് നമ്മുടെ എല്ലാ ഏരിയാസിനെയും, എല്ലാ മേഖലകളെയും, ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, മാനസികമാകട്ടെ, എല്ലാ മേഖലകളെയും, അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രീതികളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ആത്മീയമായിട്ടുള്ള അച്ചടക്കം എന്നുള്ളത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഈ അല്പകാലത്തേക്ക് പ്രയോജനമുള്ളതിന് വേണ്ടി പലപ്പോഴും നമ്മൾ ചെലവഴിക്കും. എന്നാൽ നമുക്കറിയാം, നാളുകൾ തീരും. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ്ട് 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്, 40 വയസ്സ് എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ തിരിഞ്ഞു വേഗം പോയി എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ വേണ്ടതുപോലെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, പലപ്പോഴും എത്തേണ്ടടുത്ത് എത്താനായിട്ട് കഴിഞ്ഞില്ല, അങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളും കുറ്റബോധങ്ങളും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതായിട്ടുള്ള അനേക കാര്യങ്ങൾ നിത്യതയിൽ കാണപ്പെടുമോ എന്ന് അറിയത്തുമില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ സങ്കടങ്ങളൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ ആദ്യം ചിന്തിച്ചുകൊള്ളും. നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ആളാണല്ലോ, മറ്റുള്ളവരോട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെല്ലാം വേണ്ടി നമ്മുടെ സമയങ്ങൾ പോയി എന്നൊക്കെ വളരെ പരിതപിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പം എന്നാൽ അങ്ങനെ പരിതപിച്ച് നമ്മുടെ ജീവിതം തീർക്കണം എന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഈ അല്പപ്രയോജനത്തിന് മാത്രം ആയിട്ട് നമ്മുടെ ജീവിതം തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് കർത്താവിൻ്റെ നല്ല ശിഷ്യരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. എന്നാൽ അത് നമുക്കറിയാം, അതൊരു ഈസി ആയിട്ടുള്ള ഒരു വഴിയല്ല എന്ന് നമുക്കറിയാം. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വവും നന്നായി നിർവഹിക്കണമെങ്കിൽ നമ്മൾ ദൈവീയ പദ്ധതിയുടെ ജീവിച്ചാൽ മാത്രമേ, ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്നായി നിർവഹിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. നമുക്കറിയാം, നമ്മളെക്കുറിച്ചുള്ള ആത്യന്തികമായിട്ടുള്ള ദൈവഹിതം ഉള്ളത് കർത്താവിനെ പോലെ ആയിത്തീരുക, അല്ലെങ്കിൽ ദൈവിക സ്വഭാവത്തിൽ നമ്മൾ വളർന്നു വരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തോടുള്ള ബന്ധത്തിലും, അതുപോലെ കർത്താവിൻ്റെ പ്രത്യേക സഭയോടുള്ള ബന്ധത്തിൽ, അതുപോലെ സമൂഹത്തിലും എല്ലാം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പം പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും നമുക്കതിനൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ, എന്നാൽ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കിതൊന്നും ചെയ്യാനായിട്ടും കഴിയുന്നതുമില്ല. അപ്പോഴാണ് അപ്പോസ്തലൻ പറയുന്നത് ദൈവഭക്തിക്കായി അഭ്യാസം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അഭ്യാസം ചെയ്യുക എന്നുള്ള വാക്ക് ജിംനേഷ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഈ വാക്കെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് 4:10 പറയുന്നത് അധ്വാനിച്ചും പോരാടിയും വരുന്നു. നമുക്കറിയാം, ജിംനേഷ്യത്തിൽ ഒരിക്കലും ഒരു ലഘുവായിട്ടുള്ള എക്സസൈസുകളല്ലല്ലോ നടക്കുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വേദഭാഗത്ത്, കൊരിന്ത്യലേഖനം 9-ന്റെ 24 മുതൽ 27 വരെയുള്ള വേദഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ ആത്മീയ അച്ചടക്കത്തിനായിട്ടുള്ള ഒരു ശക്തമായ ആഹ്വാനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അതിനെ ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു,
എങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. അവിടെ അപ്പോസ്തലൻ വളരെ ക്രിസ്തീയ ജീവിതത്തിലെ അച്ചടക്കത്തിന് ഒരു ആയിട്ടുള്ള ഒരു വലിയ ആഹ്വാനമാണ് നടത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. താന് ഈ ക്രിസ്തീയ ജീവിതത്തെ ഒരു വലിയ ഓട്ടത്തോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു ചെറിയ സ്കൂളിലെ മീറ്റോ പോലെയുള്ള ഓട്ടമല്ല, വളരെ ഗൗരവമേറിയ ഒരു മത്സരം. അതായത് ഒളിമ്പിക്സ് പോലെയുള്ള വളരെ ഗൗരവമേറിയ ഒരു മത്സരത്തോടാണ് ക്രിസ്തീയ ജീവിതത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്നവർ ഒരിക്കലും അതിനെ ഒരു ലഘുവായിട്ട് കണ്ടുകൊണ്ടല്ല അതിൽ പങ്കെടുക്കുന്നത്. ഇത് ഇട്ടിട്ട് പോകണം എന്നോർത്തുമല്ല, അതിന് മെഡൽ നേടണം എന്നുള്ള ആഗ്രഹത്തോടെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ കിരീടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അതിന് അപ്പോസ്തലൻ പറയാണ്, അതിന് അവർ ഇത്രമാത്രം അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചുള്ള പരിശീലനം നടത്തി അവർക്ക് ലഭിക്കുന്ന ഒരു വാടാത്ത കിരീടമാണ്, അല്ലെ നശിച്ചു പോകുന്ന ഒന്നാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾക്ക് കിട്ടുന്ന ഇത് നാമോ വാടാത്ത കിരീടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ആത്മീയമായ അച്ചടക്കം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു വാടാത്ത കിരീടമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അത് നമ്മളെ ഈ ആത്മീയ അച്ചടക്കത്തിനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ അത്ലറ്റ്സ് ഇത്രയും ശ്രദ്ധയോടെ ഈ കാര്യത്തിൽ ഇടപെടുന്നു എങ്കിൽ, നശിച്ചു പോകുന്ന ഒന്നിനു വേണ്ടി അവരവർ ഇടപെടുന്നു എങ്കിൽ, നശിക്കാത്ത ഒന്നിനു വേണ്ടി നമ്മൾ എത്ര ഗൗരവമേറിയ ഒരു പോരാട്ടം നടത്തണം എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ ശരീരത്തെയും ജീവിതത്തെയും ഒക്കെ നന്നായി നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നു. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ മനഃപൂർവ്വമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇട്ടിട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഞാൻ വെറുതെ അങ്ങ് പങ്കെടുത്തേക്കാം എന്നുള്ള രീതിയിലോ അല്ല, വിജയിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ അതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. കഠിനമായ പരിശീലനത്തിന് വിധേയമാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ ലക്ഷ്യം ത്തിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ഇതിനെ വെച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ എത്രത്തോളം അല്ലെങ്കിൽ നമുക്കുള്ള ഈ സ്പിരിച്വൽ ഡിസിപ്ലിനെ എത്രത്തോളം ഗൗരവതരമായിട്ട് നമ്മൾ കാണണം, എത്ര ഗൗരവത്തോടെ അതിൽ സ്റ്റെപ്പുകൾ എടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്താ, തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ള ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ആയിട്ടുണ്ടാവില്ല. ഞാനും എൻ്റെ ജീവിതത്തിലും ഒരുപാട് ഈ വിഷയത്തിൽ ബലഹീനതയുള്ള ആളാണ്. ഞാനിത് പഠിച്ചപ്പോഴാണ് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ഇതിന് കുറവുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാം വിജയിച്ചവരെന്നുള്ള നിലയിലല്ല, എന്നാൽ വിജയിക്കണം എന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ആഗ്രഹത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. നമുക്കറിയാം, ഈ ശത്രു നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ശത്രു ഒരുപാട് നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് നമ്മുടെ ശത്രുവായിട്ടുള്ള പിശാച് ഒരുപാട് കാര്യങ്ങളുമായിട്ട് വരും. അപ്പം ഒരിക്കലും ഈ അച്ചടക്കത്തിൽ നിന്ന് നമ്മളെ പരാജയപ്പെടുത്താനായിട്ട് പിശാച് കൊണ്ടുവരുന്നത് വലിയ വലിയ പാപങ്ങളൊന്നും ആയിരിക്കത്തില്ല. വലിയ വലിയ പാപങ്ങളെ നമ്മളെ കാണിച്ച് അതിൽ വീഴിച്ച് അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ വളരെ ലഘുവെന്ന് തോന്നുന്ന, നമ്മൾ വളരെ പരിഗണിക്കാതിരിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളാവാം, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളാവാം, അതുപോലെ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാകാം. അങ്ങനെ നമ്മൾ പലപ്പോഴും ചെറുതെന്ന് കരുതുന്നതായിട്ടുള്ള പല പല കാര്യങ്ങളായിരിക്കാം കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അച്ചടക്കം ഉണ്ടെങ്കിലേ ഈ
ഇങ്ങനെ വരുന്നതായിട്ടുള്ള ഈ പിശാചിന്റെ ഈ പ്രലോഭനത്തെ വിജയിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ പറഞ്ഞു അഭ്യാസം ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്നത് സ്പിരിച്വൽ വർക്കൗട്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ എനർജി അതിനായിട്ട് ദൈവഭക്തിക്കായിട്ട് മാറ്റിവെക്കണം. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ എനർജി പലതിനും വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ എനർജിയെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എനർജി നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. പൊതുവേ നമ്മൾ ഇപ്പം നമ്മൾ ഇടയിൽ ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ പറയും നമ്മൾ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അതുപോലെ നമ്മുടെ ഓരോ ജീവിത രീതികളെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, രോഗങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണം, ഇത് അറിയണം, മരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ എനർജി അതിനായിട്ടൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ കുറെ കൂടെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ എനർജി ഈ ആത്മീയ അച്ചടക്കത്തിനായിട്ട് അത് ചെയ്യുവാനായിട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ തീരുമാനം എടുത്തത് കൊണ്ട് മാത്രം ഇത് നടക്കില്ല. തീരുമാനം എടുക്കണം, പക്ഷേ അതൊരു പ്രവൃത്തിയിലൂടെ മാത്രമേ ഇത് സാധ്യമായിട്ട് തീരുകയുള്ളൂ. അത് നമ്മൾ വായിച്ചല്ലോ, അധ്വാനിക്കുകയും പോരാടുകയും വേണം എന്നുള്ള കാര്യം. അപ്പം സ്ഥിരതയോടും മനഃപൂർവ്വമായിട്ടുള്ള ഒരു സമർപ്പണത്തിലൂടെ ഇത് നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കറിയാം, പല ആളുകളും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ചിലർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ അടുക്കും ചിട്ടയായും നന്നായി ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ മറ്റു ചില ആളുകൾ, ഒരുപക്ഷെ ഭൂരിഭാഗവും അങ്ങനെ അച്ചടക്കത്തിലൊന്നും ജീവിക്കുന്നവരല്ല. സമയത്തിനനുസരിച്ച് വരുന്നത് പോലെ അങ്ങനെയൊക്കെ പലപ്പോഴും ജീവിക്കുന്നവരാണ്. ചിലത് നമുക്ക് നിർബന്ധം കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ എന്ന് വന്നേക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത് നമ്മൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള അച്ചടക്കങ്ങൾ, നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി, അങ്ങനെയുള്ള അച്ചടക്കങ്ങൾ നന്നായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ആത്മീയ അച്ചടക്കം എളുപ്പമുള്ളതായിരിക്കും എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോസ്തലൻ പറഞ്ഞില്ലേ, അല്പകാലത്തേക്ക് പ്രയോജനമുള്ളതും സകലത്തിനും പ്രയോജനം. അപ്പോൾ അല്പകാലത്തേക്ക് പ്രയോജനമുള്ളതായിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിച്ച് നമ്മൾ സകലത്തിനും പ്രയോജനമുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റി വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഓർക്കും, എന്തുകൊണ്ടാ ഈ അച്ചടക്കം എന്ന്? ഇപ്പോൾ വാസ്തവത്തിൽ ഈ അച്ചടക്കം എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനപരമായ പരിശീലനത്തിലൂടെ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ വഴികളാണ് വാസ്തവത്തിൽ ഈ അച്ചടക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സ്പിരിച്വൽ എക്സർസൈസുകൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള അച്ചടക്കത്തോടുള്ള ബന്ധത്തിൽ നാം ചെയ്യുന്നതായിട്ടുള്ള സ്പിരിച്വൽ എക്സർസൈസുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനപരമായ പരിശീലനത്തിലൂടെ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ തക്കവണ്ണം ചെയ്യുന്നതായിട്ടുള്ള കൃപയുടെ വഴികളാണ് വാസ്തവത്തിൽ അച്ചടക്കം എന്ന് ഇങ്ങനെ കാണാനായിട്ട് ഇടയായി. അപ്പം ഇതൊരിക്കലും നമുക്കറിയാം, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ഭൗതികമായിട്ടുള്ള അച്ചടക്കം എന്ന് പറയുന്നത് അതിൻ്റെ പിറകെ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും പരിശ്രമവും ആണെങ്കിൽ ഇതിൻ്റെ ഉറവിടം എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് ദൈവവചനത്തിലെ കൂടെയാണ് അത് ചെയ്യുന്നത്. സാധാരണ അച്ചടക്കത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ ആരോഗ്യമായിരിക്കും, നമ്മുടെ നൈപുണ്യങ്ങൾ വളർത്തിക്കൊണ്ട് വരിക, നമുക്ക് ചില നേട്ടങ്ങൾ നേടുക എന്നുള്ളതാണ് എങ്കിൽ നമുക്ക് ദൈവഭക്തിയിൽ വളരുകയും സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ദൈവഭക്തിയുള്ളവരായിട്ട് തീരുകയും ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് വരികയും ചെയ്യുന്നവരായിട്ട് തീരുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, സാധാരണ അച്ചടക്കത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സ്വയപരിശ്രമവും ആണ്, വീണ്ടും വീണ്ടുമുള്ള ശ്രമങ്ങളാണ് എങ്കിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ശക്തി എന്നുള്ളത് പരിശീലനത്തിലൂടെ ലഭിക്കുന്ന ദൈവകൃപയാണ്. അപ്പോൾ നമ്മളത് ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് എപ്പോഴും ഉണ്ട്. എന്നാൽ നമ്മൾ ഈ ആത്മീയ അച്ചടക്കം ചെയ്യും തോറും, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ എക്സർസൈസുകൾ നമ്മൾ ചെയ്യും തോറും ദൈവത്തിൻ്റെ
കൃപ നമുക്ക് അധികമായിട്ട് അതിൽ ലഭിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. സാധാരണ അച്ചടക്കം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന മോട്ടീവ് അല്ലെ പ്രേരണ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണെങ്കിൽ, നമ്മളെ സ്പിരിച്വൽ എക്സസൈസിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന മോട്ടീവ് എന്നുള്ളത് കർത്താവിനോടുള്ള സ്നേഹവും കർത്താവ് നമുക്ക് നൽകിയതായിട്ടുള്ള ദൈവകൃപയോടുള്ള ഒരു ആരാധന നിറഞ്ഞതായിട്ടുള്ള പ്രതികരണവുമാണ് നമ്മളെ ഇതിനായിട്ട് പ്രേരിപ്പിക്കുന്ന മോട്ടീവ് എന്നുള്ളത്. ഇതിൻ്റെ സാധാരണ അച്ചടക്കത്തിൻ്റെ പരിധി എന്നുള്ള ജീവിതത്തിൽ ഒരു മേഖല മാത്രമായിട്ടിരിക്കുമ്പോൾ സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ പരിധി എന്നുള്ളത് നമ്മുടെ മുഴുവൻ മനുഷ്യനെയുമാണ്. ഹൃദയം, മനസ്സ്, സ്വഭാവം, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള നമ്മെ മൊത്തമായിട്ടാണ് അതിൻ്റെ പരിധി എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന മേഖലകളെയും ഒക്കെയും അത് സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ ഇതിന് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ ചിന്തിച്ച പോലെ സാധാരണ അച്ചടക്കത്തിന് താൽക്കാലികമായിട്ടുള്ള പ്രതിഫലമാണെങ്കിൽ നിത്യമായ വാടാത്തതായിട്ടുള്ള പ്രതിഫലമാണ് നമുക്ക് ആത്മീയ അച്ചടക്കത്തിലൂടെ ലഭിക്കുന്നത്. നിത്യത വരെയും നീണ്ടു നിൽക്കുന്ന വലിയ വലിപ്പവും അതുപോലെ ധനമേറിയതുമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് വാസ്തവത്തിൽ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ പറയും സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്തല്ല എന്ന് നമ്മൾ പറയും. പലരും പറയും ഇതിങ്ങനെ ഇങ്ങനെ എന്നും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ലീഗലിസം ആയി പോവില്ലേ, അതൊരു ആചാരമായി പോവില്ലേ എന്നൊക്കെ പറയും. വാസ്തവത്തിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ളത് ഒരു ലീഗലിസം ഒരിക്കലും അല്ല, മാത്രമല്ല അതൊരു ആചാരവുമല്ല. എപ്പോഴും അത് സ്വയ തൃപ്തിക്കായിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യുന്നതായ ഒരു കാര്യമല്ല സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ളത്. നമ്മളതിനെ സ്വയ തൃപ്തിക്കായിട്ട് ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ നമ്മൾ പലരും പറയും ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിച്ചു, അരമണിക്കൂർ ബൈബിൾ വായിച്ചു, പിന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തുന്നുണ്ട്, സഭായോഗങ്ങൾക്ക് കൃത്യസമയത്ത് പോകും, എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന്. അപ്പം അതാ വാസ്തവത്തിൽ പരീശൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, ദേവാലയത്തിൽ ചെന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കമ്പയർ ചെയ്ത് മറ്റുള്ള ആളുകളുമായിട്ട്. അപ്പം താൻ തന്നെ ഒരു പ്രശംസ അങ്ങ് എടുക്കുക ചെയ്യുന്നത്. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പ്രശംസ അങ്ങ് എടുക്കുക ചെയ്യുന്നത്. അപ്പം ഒരുപക്ഷെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനും സ്വയ തൃപ്തിക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം അതായത് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഈ ഡിസിപ്ലിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം, അല്ലാതെ അതിലൂടെ ലഭിക്കുന്ന ഒരു റിസൾട്ട് അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരിക്കലും നമ്മൾ ആവാനായിട്ട് പാടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ വരാനായിട്ടുള്ള ഒരു അപകടവും ഉണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കുറേ നാളുകൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ടുള്ള ഒരു ഇത് വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ ഒരിക്കലും അതിനെയാണ് നമ്മൾ ഒരിക്കലും ആ രീതിയിൽ നമ്മൾ ഒരിക്കലും അതിനെ കാണരുത്. മറിച്ച് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കൃപ ഒരു വഴികൾ മാത്രമാണ്. നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവഭക്തിയിലേക്ക് എത്തുകയില്ല, കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുകയുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വഴികളെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ മേൽ ധാരാളം വ്യാപരിക്കുകയും നമ്മൾ ദൈവഭക്തിയിലേക്ക് ദൈവം നമ്മളെ നടത്തുകയും ചെയ്യും. അപ്പോൾ അതിന് ദൈവം ഉപയോഗിക്കുന്ന വഴികളാണ് വാസ്തവത്തിൽ ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്കൗട്ട് എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കാം. നമുക്ക് അറിയാം, ഇത് സ്വാധീനിക്കുന്ന മേഖലകളെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. വ്യക്തി ജീവിതത്തിലും സഭാ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഇത് വളരെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പൊതുവെയുള്ള ഈ ഡിസിപ്ലിൻ്റെ വഴികളെ അല്ലെങ്കിൽ അതിനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാവുന്ന പോലെ ദൈവത്തിൻ്റെ വചനം, അതുപോലെ പ്രാർത്ഥനാ ജീവിതം, അതുപോലെ കുടുംബാരാധന, അതുപോലെ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ, പിന്നെ അതുപോലെ കർത്താവിനെ സാക്ഷിക്കുക, അതുപോലെ നമ്മുടെ സാക്ഷ്യമുള്ള ജീവിതം, ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ സ്പിരിച്വൽ ഡിസിപ്ലിന് ഉള്ളതായിട്ടുള്ള വഴികളാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അപ്പോൾ നമുക്കതിൽ ദൈവത്തിൻ്റെ വചന
ധ്യാനിക്കേണ്ടതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇതല്ല ഇതിന്റെ ലക്ഷ്യം, ഇത് ചെയ്യുക എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം. മറിച്ച് അതിലൂടെ ലഭിക്കുന്ന, അത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ദൈവകൃപയിൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായിട്ട് തീരുക, ദൈവഭക്തരായിട്ട് നമ്മൾ തീരുക, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള രീതിയിൽ ഫലമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളായിട്ട് നമ്മൾ തീരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ ദൈവവചന ധ്യാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാം വാക്യം പറയുന്നു, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു എന്ന് പറയുന്നു. അപ്പം ദൈവത്തിന്റെ വചനം കേൾക്കാനും മനസ്സിലാക്കാനും അനുസരിക്കാനും കാണിക്കുന്ന ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന, ഇപ്പം ഇങ്ങനെ അഭിനിവേശം എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിലുള്ളതാണല്ലോ. അപ്പോൾ അതിനുള്ളതായിട്ടുള്ള ആ ഒരു താല്പര്യം ആണ് വാസ്തവത്തിൽ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആ അളവിനെ കാണിക്കുന്ന ഒരു ടെസ്റ്റാണ് എന്ന് പറയും. ഇപ്പൊ നമ്മള് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണോ നമ്മൾ എന്നറിയാൻ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഇതാണ്. ദൈവവചനം കേൾക്കാനും മനസ്സിലാക്കാനും അനുസരിക്കാനും നമ്മൾ കാണിക്കുന്ന താല്പര്യം, അതാണ് ഒരു ടെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ദേവദാസൻ ഇങ്ങനെയാ പറഞ്ഞത്, ഒരു ക്രിസ്ത്യാനി അത് പക്വതയുള്ളതും ഫലം പുറപ്പെടുവിക്കുന്നവനും ശക്തനും വിവേകമുള്ളവനും ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയെ കണ്ടെത്താൻ, ദൈവവചനത്താൽ നിറയപ്പെടാത്ത ഒരാളെ അങ്ങനെ ആ നിലയിൽ ഒരിക്കലും കണ്ടെത്താനായിട്ട് കഴിയില്ല. എന്ന് വെച്ചാൽ ദൈവവചനത്താൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് പക്വതയും അതുപോലെ ഫലം പുറപ്പെടുവിക്കുന്നവരും ശക്തരും വിവേകമുള്ളവരും അങ്ങനെ ഉള്ളതായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് തീരാനായിട്ട് കഴിയുള്ളൂ. അപ്പം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫലപ്രാപ്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ള ഒരിക്കലും ഒരു ആകസ്മികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ മനസ്സും ജീവിതവും നിറയപ്പെട്ടാൽ മാത്രമേ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് തീരാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ദൈവവചനത്താൽ നിറയപ്പെടുവാനായിട്ട് നമുക്ക് എന്താ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം, ദൈവവചനം മനഃപ്പാഠമാക്കാം, അതുപോലെ ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, പിന്നെ അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. ചില കോഴ്സുകളിലൂടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാനായിട്ട് പറ്റും. അപ്പം ഇതെന്നുള്ള ദൈവവചന ധ്യാനിച്ച് അതിനെ ആസ്വദിക്കുക, ദൈവവചന ധ്യാനത്തിൽ ആസ്വദിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തോട് പറയേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ചില കുട്ടികൾ, ചില നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ആണ്. അപ്പോൾ ഒരു മോളിങ്ങനെ ദൂരെയുള്ള ഒരു വെച്ച അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി എനിക്ക് ദൈവവചനം വായിക്കാനായിട്ട് പറ്റുന്നേ ഇല്ല ആൻറ്റി, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിന് മാത്രം സമയം കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം നമ്മളെപ്പോഴും മാറ്റി വെക്കുന്നതാണല്ലോ. അവൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാനായിട്ട് ഒരുപക്ഷെ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമായിരിക്കും, മറ്റെല്ലാം ചെയ്ത് കഴിയുമ്പം ഇതിന് മാത്രം നമുക്ക് സമയം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് ദൈവവചന ധ്യാനം എന്നുള്ളത് കർത്താവിൻ്റെ അടുത്തിരിക്കാനായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. അപ്പം അങ്ങനെ നമ്മൾ കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുത്തിരുന്നാൽ മാത്രമേ കർത്താവിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് വളരാനായിട്ട് പറയാൻ പറ്റത്തുള്ളൂ, കർത്താവിൻ്റെ ആ ബന്ധ ഊഷ്മളതയോടെ അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. നമുക്കറിയാം, ഈ ചിത്രകാരന്മാരൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ എപ്പോഴും അവരുടെ അടുത്തൊരു മോഡൽ ഉണ്ടാവും. ആ മോഡലിനെ നോക്കിക്കൊണ്ടായിരിക്കും അവരത് വരയ്ക്കുന്നത്. ഇപ്പൊ ഒരു തവണ കണ്ടു, അത് കഴിഞ്ഞ് ഒരുപക്ഷെ അവര് മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും ഈ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ശില്പി കൊത്തി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം അല്ലെ 2 വർഷം മുമ്പ് ഒരു മോഡല് ഒരാളെ കണ്ടിട്ട് പിന്നെ ഞാൻ അങ്ങ് വരച്ചോളാം എന്ന് വെച്ചാൽ തീർച്ചയായും അവർ 1 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞോ വരച്ചുകൊണ്ട് വരുന്ന മോഡലിന് ഒരിക്കലും, ചിത്രത്തിന് ഒരിക്കലും ഈ കണ്ട മോഡലിന്റെ ഒരു രൂപം ഉണ്ടായിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വല്ലപ്പോഴും ഒക്കെയാണ് ഈ കർത്താവിന്റെ സന്നിധി സമയം ചെലവഴിക്കുന്നത് എങ്കിൽ നമ്മൾ
അറിയുന്നതായിട്ടുള്ള കർത്താവ് എന്നുള്ളത് ആ, വാസ്തവത്തിൽ എത്രയോ വ്യത്യാസമായിരിക്കും അല്ലേ. നമ്മൾ ദൈവവചനത്തിൽ വരച്ച് കാണിച്ചിരിക്കുന്നതായിട്ടുള്ള കർത്താവിനെ ആയിരിക്കില്ല നമ്മൾ പലപ്പോഴും കാണുന്നതും അറിയുന്നതും, അപ്പം നമ്മുടെ ജീവിതത്തിലും വരുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ഒരിക്കലും വല്ലപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമല്ല, തീർച്ചയായിട്ടും നമ്മൾ ദിനംതോറും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതെന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ദൈവ അപ്പോൾ നമുക്കറിയാം എപ്പോഴൊക്കെ നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനം വിട്ട് കളഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിൽ നാശവും സങ്കടങ്ങളും പോലെ ശത്രുക്കൾ വന്ന് ആക്രമിക്കുകയും അവരെ അടിമകളായിട്ട് പോവുകയും കണ്ണുനീരും മരണവും പ്രയാസങ്ങളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ എപ്പോഴൊക്കെ അവർ മടങ്ങി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനായുള്ള ഒരു കർത്താവാണ്. എങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് കർത്താവിൻ്റെ ആഹ്വാനം ഉണ്ടല്ലോ. അപ്പം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനായിട്ടുള്ള ഒരു കർത്താവാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, മുൻഗണനകളെ നോക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത നമ്മുടെ എനർജിയും നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ജീവിതത്തെ, ഒരു ദിവസത്തെ ജീവിതത്തെ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ആരോഗ്യകരമായ രീതിയിൽ ഇരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ശരിയായ നിലയിൽ കർത്താവിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം എത്രത്തോളം വായിക്കണമെന്ന് ചോദിച്ചാൽ എത്ര ക്ലിയറായിട്ട് കർത്താവിൻ്റെ മുഖം അതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ നമുക്കറിയാം. കർത്താവിനെ സങ്കീർത്തനത്തിൽ ദാവീദൊക്കെ പറഞ്ഞില്ലേ, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. ദൈവത്തിൻ്റെ മനോഹരത്വം കാണുവാനായിട്ട്, അല്ലെ ദൈവ മഹത്വം കാണുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ, അല്ലെ നമ്മൾ ലോകത്തിൽ ഒരുപാട് മനോഹരം കാര്യങ്ങളൊക്കെ കാണുന്നവരാണ്. അതിൽ നോക്കി നമ്മൾ വളരെ ആസ്വദിക്കുന്നവരുമാണ്. നമ്മൾ ഇങ്ങനെ യൂട്യൂബൊക്കെ എടുത്താൽ എത്ര മനോഹര കാര്യങ്ങൾ അതിലൊക്കെ നോക്കി നമ്മൾ ആസ്വദിക്കും. പക്ഷെ സമയം പോകുന്നത് പോലും അറിയില്ല, അല്ലെ. പക്ഷേ നമ്മൾ ദൈവത്തിന് വചനം ധ്യാനിക്കുമ്പോൾ ഈ ആസ്വാദനം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ബോറായിട്ടുള്ള ഒരു വിഷയമല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനം എന്നുള്ളത്. അതുപോലെ ആസ്വാദ്യതയുള്ള, അതുപോലെ നമ്മുടെ ഹൃദയത്തിന് ഒരു ഹൃദ്യത പകരുന്ന ഒരു അനുഭവം വേറെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഉത്സാഹിക്കണം. അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെയും സമയത്തെയും ഒക്കെ മാറ്റി വെക്കണം. ഇങ്ങനെ യിരെമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവവചനത്തിൻ്റെ സന്നിധി സമയം ചെലവഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ദൈവവചനത്തെ വിട്ടുമാറുക എന്നുള്ളതാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തോട് അടുത്ത് വരിക എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ നാളുകളിലെ പഠനത്തിൽ നിന്നും ദൈവവചന വായനയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. അപ്പം ഇങ്ങനെ നമ്മൾ വായിക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പം ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുകയാണ്. അങ്ങനെയുള്ള മനുഷ്യർ ശപിക്കപ്പെട്ടവരാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ അവർ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആകും എന്ന് പറയും. അതായത് അവരെക്കുറിച്ച് പറയുന്നത് അവർ പ്രയോജനമില്ലാത്തവരും വിലയില്ലാത്തവരുമായിട്ട് തീരും. അപ്പോൾ അതായത് മരുഭൂമിയിൽ ഉണ്ടാകുന്ന ആ ചെടിയെക്കുറിച്ച് ആളുകൾക്കൊന്നും വലിയ പ്രയോജനം അതിൽ വഴി ലഭിക്കാറില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരായിട്ട് തീരും. നമുക്കറിയാം, ദൈവവചനത്തിന് മുമ്പിൽ സമയം ചെലവഴിക്കുന്നതായിട്ടുള്ള മനുഷ്യർ ഭാഗ്യവാന്മാരാണ്. അവർ എത്ര ഫലകരമായ ഒരു ജീവിതത്തിന് ഉടമകളാണ് നമ്മൾ ദൈവവചനത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഓർമ്മയിലിരിക്കട്ടെ. ദൈവവചനത്തെ ഉപേക്ഷിക്കുന്നത് ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എസ്രാ ചെയ്തതുപോലെ, എസ്രാ 7:10 നമ്മൾ വായിക്കുന്നില്ലേ, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതിൽ എഴുതിയിരിക്കുന്നത് പോലെ അനുസരിച്ച് നടപ്പാനും അതിലെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു മനസ്സ് വയ്ക്കൽ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം, ദൈവവചനം വായിക്കണം, അത് ധ്യാനിക്കണം, അത് മനഃപ്പാഠമാക്കണം, അത് പഠിക്കണം. ഇങ്ങനെ എല്ലാ രീതിയിൽ. അപ്പം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കത്തൽ
ഉണ്ടാവണം. അതുവരെയും നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പം നമ്മളുടെ ആ നിലയിൽ നമ്മുടെ ദിവസങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരുപക്ഷെ പഠനം എന്നുള്ളത് എല്ലാ ദിവസവും നടന്നില്ലെന്നിരിക്കും, എങ്കിലും ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് അതിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ അതിനുവേണ്ടി ഒരു സമയം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്, നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ എനർജി മറ്റെല്ലാറ്റിനും വേണ്ടി ഉപയോഗിച്ചതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ക്ഷീണിച്ചിട്ടുള്ളൊരു സമയം ആയിരിക്കും. അപ്പോൾ ഒരിക്കലും അത് പാടില്ല. നമുക്ക് രാവിലെ ആരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇരുന്നാൽ അത് ഏറ്റവും നല്ലത്. നമുക്കറിയാം, ആളുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, അവരുടെ കപ്പാസിറ്റി ഒക്കെ പല നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കുക നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സമയം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. ചിലപ്പം ചിലർക്കത് രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയി കഴിഞ്ഞുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ അവർക്കത് വൈകുന്നേരവും ഒക്കെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നതായിട്ടുള്ള സമയമായിരിക്കാം. ഇപ്പം ഏത് സമയമാണ് നമ്മൾ ഏറ്റവും അലേർട്ടായിട്ടിരിക്കുന്നത്, നമ്മുടെ ശരീരവും മനസ്സും അലേർട്ടായിട്ടിരിക്കുന്ന സമയം ഏതാണോ അങ്ങനെ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു അരമണിക്കൂർ എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുക, ദൈവവചനം ധ്യാനിക്കാനായിട്ടിരിക്കാൻ നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, ഒരു പക്ഷേ അരമണിക്കൂറൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട, നടക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തീരെ ചെയ്യുന്നില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ആ ഒരു തീരുമാനം എടുത്ത് മാറ്റി വയ്ക്കുക, അതിനൊരു സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഏത് സമയമാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം അതിനെക്കുറിച്ച് പറയുന്നത് സം ടൈം ഈസ് ബെറ്റർ ദാൻ നോ ടൈം എന്നാണ്. ഒരു സമയം കൊടുക്കാതിരിക്കുന്നതിലും നല്ലതാണ് അല്പസമയമെങ്കിലും കൊടുക്കുക. അത് പിന്നീട് നമുക്ക് സ്ഥിരതയോടെ ചെയ്താൽ വർദ്ധിപ്പിച്ച് വരാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ മുൻഗണന കൊടുക്കുക. പിന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ള ഒരു ഒരുക്കം നമുക്ക് വേണം. ഇതിനായിട്ട് മാറ്റിവെക്കാനായിട്ടുള്ള ഒരുക്കം എന്ന് പറയുമ്പോൾ ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള ദാവീദ് പറയുന്നുണ്ടല്ലോ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പം തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഈ ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുക്കി കാത്തിരിക്കുന്ന. അപ്പം നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ ക്ഷീണിച്ച ഒരു സമയമല്ല കർത്താവിന് കൊടുക്കേണ്ടത്, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് നമ്മളുടെ ഒരു അലേർട്ടായിട്ടിരിക്കുന്ന ഒരു സമയം. ഞാനിങ്ങനെ ഒരു ദൈവദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരുപാട് സമയം ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷെ താൻ ഒരിക്കലും എഴുന്നേക്കുന്ന ഉടനെയല്ല, താൻ എഴുന്നേൽക്കുമ്പോൾ തനിക്ക് ശരീരത്തിനും പല പ്രയാസങ്ങളുള്ള ആളാണ്, പല രോഗങ്ങളുള്ള ആളാണ്, മെഡിസിൻ എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് താൻ രാവിലെ എഴുന്നേറ്റു വാമപ്പ് ഒക്കെ ചെയ്ത് പിന്നെ രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നീടുള്ള സമയം താൻ അതിനുവേണ്ടി ആ സമയത്ത് താൻ ആരുമായിട്ടും സമയം അതിനായിട്ട് മാറ്റി വയ്ക്കും എന്നാ പറയും. അപ്പം അങ്ങനെ നമ്മൾക്ക് ഒരു ഒരുക്കം ആവശ്യമാണ്. മാത്രമല്ല നമ്മൾ കർത്താവും നമ്മളും മാത്രമായിരിക്കണം ആ സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനവും നമ്മളും തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ നമ്മൾ കഴിയുന്നത്ര ആ സമയത്തെ ക്രമീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ പറയുന്ന ഒരു ഏകാന്ത സ്ഥലമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് ചെയ്തില്ലേ, ഒരു ഏകാന്ത സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു ധ്യാനിച്ചു എന്ന് നമ്മൾ കർത്താവിനെ കുറിച്ച് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റത്തക്ക രീതിയിലുള്ള ഒരു സമയം നമ്മൾ തീർച്ചയായിട്ടും മാറ്റിവെക്കണം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, അത് കർത്താവിനെ മാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതുപോലെ നമ്മൾക്ക് വേണ്ടതായുള്ള ഒരുക്കം നമ്മുടെ നമ്മുടെ മനസ്സിനെ വളരെ നന്നായിട്ട് ഒരുക്കണം. അതായത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പാപങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ഹൃദയത്തോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയോടെ ചെല്ലണം. നമുക്ക് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ്, അതായത് ദൈവത്തിനും നമുക്കും ഇടയിൽ ആ പാപത്തിൻ്റെതായുള്ള പ്രയാസങ്ങൾ ഇല്ലാതെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണം. എങ്കിൽ മാത്രമേ ദൈവവചനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം. അതുപോലെ നമുക്ക് നല്ലൊരു ബൈബിള് വേണം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടൊരു പുസ്തകം
ഉള്ളത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവെ, ദൈവവചനത്തിൻ്റെ ഒരു പ്രകാശനം എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഇരിക്കുക, വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യുക. അതിനെക്കുറിച്ച് പറയുന്ന പിന്നീട് വിഷയങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് അരമണിക്കൂർ ഇല്ല, നമുക്ക് 15 മിനിറ്റേ ഉള്ളൂ എങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ബൈബിൾ വായിക്കാൻ മാത്രം എടുക്കുക. പ്രാർത്ഥന ആ സമയത്ത് ആദ്യം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എഴുന്നേറ്റ് പോകരുത്. കാരണം കർത്താവിന് നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ പറയണം എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് കർത്താവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് കർത്താവിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പം ബൈബിൾ വായിക്കുമ്പോഴാണല്ലോ നമ്മൾ കർത്താവിനെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ദൈവത്തിന്റെ വചനം വായിക്കുക, പിന്നീട് ഉള്ള മാറ്റി വെച്ചിരിക്കുന്ന സമയം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾക്ക് ചെയ്യാവുന്ന വേറൊരു സ്പിരിച്വൽ എക്സസൈസ് ആണ് പ്രാർത്ഥന എന്നുള്ളത്. അത് നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ടല്ലോ. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമുക്കറിയാം, ലിസ്റ്റ് എഴുതി കൊടുക്കുന്നതല്ല, അല്ലെ ആവർത്തിച്ച് ആവശ്യങ്ങൾ പറയുക എന്നുള്ളതൊന്നുമല്ല. ഞാനിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വന്ന് ദാവീദിന്റെ ഇതാണ്. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പം നമുക്ക് ഹെഡിങ് ഒക്കെ ദാവീദിന്റെ പ്രാർത്ഥന എന്നൊക്കെ കാണാം. പക്ഷെ ദാവീദ് അവിടെ ഇങ്ങനെ തൻ്റെ കാര്യങ്ങളെല്ലാം കർത്താവിനോട് പറയുക, കർത്താവിനെ കുറിച്ച് താനും മനസ്സിലാക്കിയതായ കാര്യങ്ങളെല്ലാം താനും പറയുക, കർത്താവ് തന്ന വാഗ്ദത്തങ്ങളൊക്കെ ആ സമയത്ത് ഉരുവിടുക. അങ്ങനെ വളരെ ലൈവായിട്ട് ഒരു നല്ല കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ഇപ്പം നമ്മുടെ മക്കൾ സ്കൂളൊക്കെ വിട്ടു വന്നു കഴിഞ്ഞാൽ അന്നേരം മുതൽ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം, ദൈവത്തെ നമുക്ക് നന്ദി പറയാനായിട്ടും പറ്റും. അതുപോലെ കർത്താവിന് എൻ്റെ മഹത്വത്തെ ഓർക്കുവാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയാനായിട്ട് പറ്റും. ദൈവം നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം കർത്താവിനോട് ചോദിക്കാനായിട്ട് പറ്റും. നമ്മളെ തന്നെ അങ്ങനെ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അപ്പോൾ ഒരിക്കലും പ്രാർത്ഥന ഒരു ലിസ്റ്റുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നതല്ല, കർത്താവുമായിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്നുള്ള കാര്യം ഓർക്കാം. അതിനെക്കുറിച്ച് പറയുന്നത്, പ്രാർത്ഥനയില്ലെങ്കിൽ ദൈവകൃപയില്ല എന്നാണ് പറയുന്നത്. ഒരു മാത്യു ഹെൻറി എന്ന് പറയുന്ന ദേവദാസൻ ഇങ്ങനെയാണ് പറയുന്നത്: പ്രാർത്ഥിക്കാത്ത ഒരു ക്രിസ്ത്യാനിയെ കണ്ടെത്തുന്നതിലും എളുപ്പം ശ്വസിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതാണ് എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിളിൽ കാണുന്നതായിട്ടുള്ള ഒരു കാര്യം, ഓരോ കാലഘട്ടത്തിലും ദൈവീയ പദ്ധതികൾ നിറവേറും മുമ്പ് ദൈവം പ്രാർത്ഥനയ്ക്കായിട്ട് ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമകാലത്തെ ഉണർവുകൾ നമ്മൾ നോക്കിയാലും പിന്നെ അതുപോലെ നമ്മൾ ഹന്നയുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ, ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ശമൂവേൽ ഉണ്ടായത്. ശമൂവേലിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദാവീദിനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. അതുപോലെ എലിശബത്തും സെക്കരിയാവും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് സ്നാപയോഹന്നാന് എൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുപോലെ കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. അപ്പോൾ നമുക്ക് ഓർക്കാം, ദൈവീക പദ്ധതികൾ നിറവേറുന്നതിന് മുമ്പ് ദൈവം എല്ലാ കാലത്തും പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരെ എഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഒരു അച്ചടക്കമുള്ളവരായെങ്കിൽ മാത്രമേ അങ്ങനെ ചില ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കും തീരാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്കറിയാം, മൊർദെഖായി എസ്തേറിനോട് പറയുന്ന ഒരു കാര്യം നമുക്കിവിടെ ഓർമ്മിക്കാം. ദൈവം തൻ്റെ ജനത്തിന് മറ്റാരെങ്കിലും നീ ചെയ്തില്ല എങ്കിൽ ആരെങ്കിലും നിന്ന് രക്ഷ ഒരുക്കും, എന്നാൽ നിനക്കതിൽ പങ്കും ഓഹരിയും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ദൈവീയ പദ്ധതിക്ക് ഒരു മുടക്കവും വരികയില്ല. ദൈവം മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കും, എന്നാൽ നമുക്ക് ആ ദൈവീയ പദ്ധതിയിൽ ഒരു പക്ഷെ പങ്കും ഓഹരിയും ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലുള്ള ഒരു അച്ചടക്കം സൂക്ഷിക്കാനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അപ്പം നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവിൻ്റെ മാതൃക നമുക്കുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞ പോലെ നമുക്ക് പറയാം, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ നിലയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിട്ട് തീരാം. നമുക്ക്
ഞാൻ നേരത്തെ ക്വയറ്റ് ടൈമിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്കായിട്ടും ഒരു സമയം അല്ലെ അതിനോട് ചേർന്നോ നമ്മൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. അതുപോലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഇത് നമുക്ക് എളുപ്പത്തിലാക്കാനായിട്ട് പറ്റും. ഇനി പേഴ്സണൽ ആയിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ സഹായത്താൽ നമ്മൾ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള സഹോദരിമാരോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ നാളിൽ നമുക്കറിയാം കോവിഡ് തുടങ്ങിയതിന് ശേഷം അങ്ങനെ അനേക സഹോദരിമാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ദൈവവചന പഠനത്തിനായിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞങ്ങൾ ചെയ്ത് പോരുന്നതായിട്ടുള്ള ഒരു അത് പ്രയോജനകരമായിട്ട് തീർന്ന ഒരു അനുഭവം പറയാം. ഞങ്ങൾ സഹോദരിമാർ അവിടെ ഒരുമിച്ച് നേരത്തെ മുതൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയിരുന്നു. അപ്പോഴൊക്കെ ചില സമയങ്ങളിൽ മുടങ്ങി പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങളിപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം, മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും 2:30 മുതൽ 3:30 വരെയുള്ള സമയം ഞങ്ങൾ ദൈവവചനം പഠിക്കാനും പ്രാർത്ഥനയ്ക്കുമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർക്കായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നന്നായി ദൈവത്തിൻ്റെ വചനം ഒരു പുസ്തകമാണ് ഞങ്ങൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഞങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷമാണ് പഠിക്കുന്നത്. അപ്പം അത് അവർ ഒരു ഖണ്ഡിക വായിക്കും, അവരതിൽ നിന്ന് കമൻട്രി ഒക്കെ കേൾക്കും, ധ്യാനിക്കും, എന്നിട്ട് വന്ന് അത് ഷെയർ ചെയ്യും. അപ്പം മറ്റുള്ളവരും അത് വായിച്ചിട്ടൊക്കെ വരും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കാനായിട്ടും പറ്റും. അത് കണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടുതൽ ഉത്സാഹമുള്ളവരായിട്ട് തീർന്നു എന്ന് കാണാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല ജീവിതത്തിലും വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനവും പഠനവും പ്രാർത്ഥനയും ഒരുമിച്ച് പോയപ്പോഴാണ് എന്നുള്ള കാര്യവും ഓർക്കുകയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബത്തിൻ്റെ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലോ കുടുംബാരാധന എന്നുള്ളത്. നമുക്കറിയാം തീർച്ചയായും ഒരു കുടുംബത്തിൻ്റെ ആത്മീയത നിലനിൽക്കുന്നത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ഒക്കെ ആത്മീയത അനുസരിച്ചായിരിക്കും ഒരു കുടുംബത്തിൻ്റെ ആത്മീയത പൊതുവെ. അല്ലാതെയും ഉണ്ട്, കൂടുതൽ സമയം മക്കളൊക്കെ ചെലവഴിക്കുന്ന അമ്മയോടൊപ്പം ഒക്കെ ആയിരിക്കുമല്ലോ, അല്ലാതെയും ഉണ്ട്, എക്സെപ്ഷൻസും ഉണ്ട്. എന്നാൽ നമ്മൾ കുടുംബമായിട്ട് ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുന്നത് അവർക്ക് എല്ലാവർക്കും ദൈവത്തോടുള്ള കൂടുതൽ അടുത്ത് ചെല്ലാനും അന്യോന്യം ഉള്ള ബന്ധത്തിൽ അടുത്ത് വരുവാനും കൂടുതൽ അത് സഹായമാകും. അപ്പം നമ്മൾ ആരും കുടുംബാരാധന ഒരിക്കലും അവഗണിക്കരുത്. അതിനായിട്ട് ഒരു സമയം തീർച്ചയായിട്ടും മാറ്റി വെക്കണം. നമ്മൾ നന്നായി പ്ലാൻ ചെയ്താൽ നമുക്കിതൊക്കെയും സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, വാസ്തവത്തിൽ നമ്മൾ കുടുംബാരാധനയിൽ ഒരുമിച്ച് കൂടി മക്കളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ദൈവത്തോട് പറയുക മാത്രമല്ല, അത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു സമയവുമാണ് നമ്മുടെ കുടുംബത്തിൽ. വേണേ ഒറ്റയ്ക്ക് ഒരുപാട് പേഴ്സണലായിട്ട് ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും, എങ്കിലും ഒരുമിച്ച് നമ്മളത് ചെയ്യുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ആ ഭവനത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നു. മാത്രമല്ല ആ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളാണ് എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം അവിടെ പഠിക്കാനും അത് മക്കളിലേക്ക് പകരാനും ഒക്കെ ആയിട്ട് ആ സമയം വയ്ക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും അതിനെ ഒരിക്കലും അവഗണിക്കരുത്. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ നന്നായി ചെയ്യണം. അപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബം ഒന്നായിട്ട് കർത്താവിനെ സേവിക്കുന്നു. അതുപോലെ അന്യോന്യമുള്ള സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നു. കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് വസിക്കുന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ കുടുംബാരാധന പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ സമയം പക്ഷെ സമയം മാറ്റി വെച്ചാൽ മാത്രം പോരാ, നമ്മൾ നേരത്തെ ഒരു മുന്നൊരുക്കം അതിനുവേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ദിവസത്തെ മൊത്തം ഒരുക്കിയെങ്കിൽ മാത്രമേ നന്നായി കുടുംബാരാധനയിൽ എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പം പലപ്പോഴും നമ്മൾ പകൽ മുഴുവൻ മറ്റുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിച്ച് അല്ലെങ്കിൽ പരാതിയും പിറുപിറുപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ ആ കുടുംബാരാധന മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. ആവർത്തന പുസ്തകം 6:4 മുതൽ 7 വരെയുള്ള ഭാഗത്ത് അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടണം, അടുത്ത തലമുറയെ ഒരുക്കണം എന്നുള്ളതിൻ്റെ ഇതാണല്ലോ പറയുന്നത്. അപ്പോൾ വഴി നടക്കുമ്പോഴും
കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ദൈവത്തിന്റെ വചനം പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മക്കളെ എപ്പോ കണ്ടാലും അങ്ങനെ ഇങ്ങനെ അനുസരിച്ചില്ലേ തോട്ടരീകത്തെ കൊത്തിപ്പറിക്കും അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ പറഞ്ഞ് അനുസരിക്കാനല്ലേ കർത്താവിന്റെ കൽപ്പനയില്ലേ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ പറയണം എന്നല്ല, അല്ലെ കാണുമ്പോഴൊക്കെ വാക്യം പറയണം അതല്ല, മറിച്ച് ദൈവവചന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പറഞ്ഞല്ലോ നിത്യതയുടെ കാഴ്ചപ്പാട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് കാര്യങ്ങളെ ക്രമീകരിക്കുകയും അങ്ങനെ ഒരു സംസാര രീതി, ഒരു ചിന്താ രീതി, അങ്ങനെ ഒരു പ്രവർത്തന രീതി നമ്മുടെ ഭവനത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പകല് ഒരു സ്നേഹത്തിന്റെ ഭാഷ അമ്മമാര് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ, ഞാൻ അമ്മമാരെന്ന് പറയുന്നത് നമ്മളെ സഹോദരിമാരാണല്ലോ കേൾക്കുന്നത്, അമ്മമാര് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആ ഒരു അമ്മയുടെ സ്നേഹവും കരുതലും അത് ദൈവസ്നേഹത്തിലേക്കും ദൈവീയ കരുതലിലേക്കും മക്കളെ നടത്തുന്നതാണ് എന്ന്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്നുള്ളത് നമ്മുടെ കഴിവുകൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവത്തിന്റെ കൃപയാൽ സാധ്യമാകുന്ന ഒന്നാണ് എന്നതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവകൃപയും പരിശുദ്ധാത്മ സഹായവും നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ കുടുംബത്തെ ഒരുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നാമത് ചെയ്യുന്ന പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ഒരു ആത്മാർത്ഥമായ കർത്താവിനോടുള്ള ഒരു സ്നേഹം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് കർത്താവിനെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മക്കൾ മനസ്സിലാക്കണം ഒന്നാമത്. പിന്നെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവവചനം ഹൃദയത്തിൽ ഇരിക്കണം എന്ന് പറയുമ്പോൾ മനഃപ്പാഠമാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു തലമാണ്. പക്ഷേ മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ ഉപരി ദൈവവചനത്തിന് അനുസരണമായിട്ടായിരിക്കണം നമ്മുടെ ചിന്തകളും സംസാരവും പ്രവൃത്തികളും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അപ്പം അതിന് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളത് ചെയ്യണം. പിന്നെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കണം, മക്കളോടൊപ്പം പ്രാർത്ഥിക്കണം. അതുപോലെ ഉപവസിച്ചൊക്കെ ചില സമയങ്ങൾ പ്രാർത്ഥിക്കണം, അവർക്ക് പറ്റുന്ന സമയങ്ങൾ അവരെയും അതിന് വിളിക്കണം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുടുംബത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കേട്ട ഈ വിഷയങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ കർത്താവ് നമുക്ക് ഒരു ഐഡന്റിറ്റി ലഭിച്ചത് ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോഴാണ്. അപ്പം കാൽവറിയുടെ ക്രൂശില് തൻ്റെ 2 കരങ്ങളും നീട്ടി വിരിച്ച് യാതൊരു അർഹതയും ഇല്ലാത്ത നമ്മളെ സ്വീകരിച്ചവനായിട്ടുള്ള കർത്താവ് നമുക്കൊരു ഐഡന്റിറ്റി തന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ലോകത്തിലെ ഏത് മാധ്യമങ്ങളിലേക്ക് മീഡിയാസ് എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയുള്ള ഇതിലൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് നമ്മളോട് പറയുന്നത് നമ്മൾ അവിടെ അൺഫിറ്റ് ആണ് എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു കർത്താവിൽ നമ്മൾ ഫിറ്റാണ് എന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ച് സുവിശേഷത്താൽ നമ്മളെ ദൈവം മക്കളാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും ദാനം ചെയ്തിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് ആർക്കും ഇത് കഴിവില്ല എന്ന് പറയേണ്ട കാര്യമില്ല. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി 10 മിനിറ്റേ ഉള്ളെങ്കിൽ അത് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുക. എല്ലാവരും ഒരുപോലെ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഒന്നും കുറച്ചെങ്കിലും ചെയ്യുന്നതാണ് തീർത്തും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ഓർഡിനറി ഹാബിറ്റ്സിനോടും ചേർത്ത് ഈ കാര്യങ്ങളെ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ വാക്യം അല്ലെങ്കിൽ ചെറിയൊരു പ്രാർത്ഥന അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട്, അതായത് ഈ ഹൃദയം നമ്മുടെ ഹൃദയത്തെ ഒരുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ നല്ല സ്പിരിച്വൽ ഡിസിപ്ലിൻ ചെയ്യുന്നവരായും ദൈവീയ പദ്ധതിക്ക് പ്രയോജനമുള്ളവരായും കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായും വരുന്ന നാളുകളിൽ തീരുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചേച്ചി നന്നായിട്ട് ദൈവവചനത്തിൽ നിന്ന് എന്താണ് ഡിസിപ്ലിൻ എന്നുള്ളതിനെ സംബന്ധിച്ച് മോൾ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ സ്പിരിച്വൽ ഡിസിപ്ലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു തരുവാനായിട്ട് മോൾ ചേച്ചിക്ക് ദൈവം കൃപ കൊടുത്തതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു.
നമുക്ക് ഇത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു. പലപ്പോഴും നമ്മളിൽ ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കുമ്പം ഇതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അതങ്ങനെയല്ല. ഇത് സഹോദരിമാരെന്ന നിലയിൽ നമുക്ക് നമ്മൾ ഒത്തിരി പണിത്തിരക്കുകളുള്ളവരാണെന്ന നിലയിലൊക്കെ ആണെന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് മോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു. നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഓരോ ദിവസത്തെയും നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരാ. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി നമ്മുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അത് പ്ലാൻ ചെയ്ത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് കുറച്ച് എഫേർട്ട് ആവശ്യമാണ് എന്നുള്ളതാണ് മോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു തന്നത്. നമുക്ക് അതിന് കുറുക്കുവഴികളൊന്നുമില്ല എന്ന് മോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു. അത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുക തന്നെ ആണ് നമുക്ക് അതിനായിട്ടുള്ള മാർഗം. ഇപ്പം ഓരോ എക്സാമിന് വേണ്ടിയിട്ട് ഓരോ കുട്ടികൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു, അതിനവർക്കൊരു വലിയ റിസൾട്ട് ലഭിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു, അതിന് നമുക്ക് നശിച്ചു പോകുന്ന നമുക്ക് ഒരു പ്രൈസ് അല്ല ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. വാടാത്ത കിരീടം നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുവാനായിട്ടുള്ള ഒരു നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനും അത് പ്രാപിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് മോൾ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ എന്താണ് ഈ അച്ചടക്കം എന്നുള്ളതിനെ സംബന്ധിച്ച്, സ്പിരിച്വൽ അച്ചടക്കം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞു. നമ്മൾ നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടി, ഇവിടെ നശിച്ചു പോകുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഭംഗി നിലനിർത്താനായിട്ട്, ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നത് പോലെ നമ്മളുടെ നമ്മളിലുള്ള ആത്മീയ അച്ചടക്കത്തിലൂടെ നാം നമ്മുടെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരാണ് എന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ നന്നായിട്ട് ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ എക്സസൈസുകൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളിലുള്ള ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ആത്മീയ എക്സസൈസുകൾ എന്ന് മോൾ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു. അതിനുള്ള മാർഗങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. പ്രാർത്ഥനയും ദൈവവചന വായനയും കുടുംബാരാധനയും ദൈവവചനം ധ്യാനിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും വാക്യങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അതൊക്കെ ഇത് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു മാർഗങ്ങളാണ് എന്ന് മോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു. അതിൽ ദൈവവചന ധ്യാനത്തെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് നന്നായി നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ ആവശ്യവും അതിന്റെ ഉദ്ദേശവും ഒക്കെ മോൾ ചേച്ചി നമ്മളോട് പറഞ്ഞു തന്നു. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതിനൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനമെടുത്തത് കൊണ്ട് മാത്രം നമുക്കിത് സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. അതിന് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ് വേണം, ദൈവകൃപ നമുക്ക് വേണം. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അത് വരുന്ന ആളുകളിൽ നമുക്ക് ആത്മീയ അച്ചടക്കമുള്ളവരായിട്ട്, ഭൗതിക ജീവിതത്തിൽ അച്ചടക്കമുള്ളവരായിട്ടൊക്കെ നമ്മുടെ ഈ ജീവിതം നമുക്ക് ഏറ്റവും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട്, നമ്മുടെ കുടുംബങ്ങളിലെ മാതൃകയായിട്ട്, മക്കൾക്ക് മാതൃകയായിട്ട്, സമൂഹത്തിന് മാതൃകയായിട്ടൊക്കെ, സഭയ്ക്ക് മാതൃകയായിട്ടൊക്കെ നമുക്ക് ഇരിപ്പാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും നന്നായി മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുവാനായിട്ട് മോൾ ചേച്ചിക്ക് ദൈവം കൃപ കൊടുത്തതിനായിട്ട് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയുന്നു.